പ്രിയമുള്ളവരെ, വചനജ്വാല 1077 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുന്ദരമായ സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ 1 മക്കബായരുടെ പുസ്തകം 9-ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദക്ഷിണപാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമബർ സേന തിരിഞ്ഞുവന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലം പതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജോനാഥനും ശിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദേനിയിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെയോർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്ക് അധികമാണ്. ജോനാഥൻ നേതാവ്. യൂദാസിന്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബെക്കീദേസ് അധർമ്മികളെ തെരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചു. യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബെക്കീദേസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബെക്കീദേസിനും എതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ട വിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായ ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ പൊർക്കാരിയൂസിനെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പ്രാചീന ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ധാരാളം വിശുദ്ധരെ ദാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അധിപനായിരുന്നു പൊർക്കാരിയൂസ്. 500 അന്തേവാസികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സാരസനൻസിന്റെ ഒരാക്രമണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ചെറുപ്പക്കാരായ സന്യാസികളെല്ലാം മാറ്റി. ഉടനെ അവിടെ ആക്രമണം ഉണ്ടാവുകയും അവിടെ ഉണ്ടായിരുന്ന സകലരെയും നിർദ്ദയം വധിക്കുകയും ചെയ്തു. എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് അറിയില്ല. വിശുദ്ധ പൊർക്കാരീസിനെയും കൂട്ടരെയുമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക.
അവരെ അനുസ്മരിച്ച് അവരുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല സുന്ദരമായ ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.